നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോ മത്സരം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ FC ബാഴ്സലോണ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ക്വാഡിൽ പരിക്കേറ്റ ലാമിനെ യമാലും ക്രിസ്ത്യൻസിനും മാത്രമാണ് ആബ്സെൻറ്റീസ് ആയിട്ടുള്ളത്. ബാക്കി പ്രധാന താരങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൂൾസ് കുണ്ടെ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷന് ശേഷം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശക്തമായ സ്ക്വാഡും കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിന് ഇറങ്ങുന്നു. യുവതാരങ്ങളായിട്ടുള്ള എദർ അലറയും അതുപോലെ ചാവി എസ്പാട്ടിനെയും സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്വാഡിലുള്ള താരങ്ങളെ നമുക്ക് നോക്കാം. ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്കുള്ളത് ജോൻ ഗാർഷ്യ, ഷെസ്നി, എദർ ആലർ എന്നിവരാണ്. അതുപോലെ ഡിഫൻസിലേക്ക് കൻസെലോ, ബാൽഡെ, റൊണാൾഡോ റൗഹോ, കുബാർസി, ജെറാഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്ക്, ചാവി എസ്പാട്ട് എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് ഗാവി, പെഡ്രി, ഫെർമിൻ, കെസാഡോ, ഓൾമോ, ഫ്രങ്കി ഡിയോങ്, ബെർണാൽ എന്നിവരുണ്ട്. മുന്നേറ്റത്തിൽ ഫെഡാന്, ലെവൻഡോസ്കി, റാഫിഞ്ഞ, റാഷ്ഫോർഡ്, റൂണി എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മറ്റ് എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ ഉണ്ടാവാറുള്ള പോലെ ബോർഡ് ലഞ്ച് ഇത്തവണ ഉണ്ടാവില്ല. ബാഴ്സലോണയും റയൽ മാഡ്രിഡിൻ്റെയും ബോർഡ് മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു ബോർഡ് ലഞ്ച് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസ് ഈ ഒരു മത്സരത്തിനായിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ലഞ്ച് ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും മികച്ചൊരു വിജയം തീർച്ചയായിട്ടും ബാഴ്സലോണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുവഴി അവർ കിരീടം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ബാഴ്സയെ തോൽപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയ ആശ്വാസമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് റയൽ മാഡ്രിഡ്. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഈ മത്സരം കളിക്കാനില്ല. അത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. എന്താണ് എംബാപ്പയ്ക്ക് പറ്റിയത് എന്നുള്ളത് ഇപ്പോൾ മാർക്ക ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. എംബാപ്പെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ എംബാപ്പെ പങ്കെടുത്തിരുന്നു. അവസാന 5 മിനിറ്റിലാണ് അദ്ദേഹം ട്രെയിനിങ് നിർത്തുന്നത്. സഡൻലി അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയായിരുന്നു. ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയായിരുന്നു. എല്ലാവരും സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്തായാലും ഇപ്പോൾ എംബാപ്പയെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ റയൽ മാഡ്രിഡ്. എന്തായാലും മികച്ചൊരു പോരാട്ടം ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.